വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം. ഒസ്ര ഗോൾഡൻ ഡയമണ്ട്സ്. ബിലീവ് ഇൻ പ്യൂരിറ്റി. പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ഒരു പതിറ്റാണ്ടിലേറെ കാലം അധ്യാപകരായിരുന്ന ഡോക്ടർ കെ.ജി. പൗലോസ്, സഹധർമ്മിണി പ്രൊഫസർ ടി.കെ. സരള എന്നിവരുടെ അശീതി ആഘോഷത്തോടനുബന്ധിച്ച് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ഗുരുവന്ദനം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു. അധ്യാപകർ എന്ന നിലയിൽ മാത്രമല്ല, സാമൂഹ്യ സാംസ്കാരിക കലാ സാഹിത്യ രംഗങ്ങളിലും നിറസാന്നിധ്യമായി ദീർഘകാലം പ്രവർത്തിച്ച പൗലോസ് സാറിനും സരള ടീച്ചർക്കും വിദ്യാർത്ഥികളുടെയും സഹപ്രവർത്തകരുടെയും പട്ടാമ്പി പൗരാവലിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ആദരവ് നൽകിയത്. പട്ടാമ്പി എം.എൽ.എ. മുഹമ്മദ് മുഹസിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൗലോസ് മാഷെ സംബന്ധിച്ചിടത്തോളം ഒരു പലതരത്തിൽ നമുക്ക് അദ്ദേഹത്തെ കാണാം. ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് പട്ടാമ്പി കോളേജിൽ വെച്ച് അധ്യാപക ജീവിതം ആരംഭിക്കുമ്പോൾ ഒരു ജനകീയ അധ്യാപകനായിരുന്നു. പലതരത്തിലുള്ള അധ്യാപകരുണ്ടെങ്കിലും മാതൃകയാക്കേണ്ട അധ്യാപകരുമുണ്ട്, മാതൃകയാക്കാൻ പാടില്ലാത്ത അധ്യാപകരുമുണ്ട്. പൗലോസ് മാഷ് യഥാർത്ഥത്തിൽ മാതൃകയാക്കേണ്ട അധ്യാപകനാണ്. അധ്യാപകരുടെ പ്രശ്നത്തിന് ആവശ്യമായി വന്നപ്പോൾ വേണ്ട രീതിയിൽ സമരത്തിന്റെ മുമ്പിൽ നിന്നിട്ടുണ്ട്. എന്നാൽ അത് മാത്രമല്ല, ആ സമരത്തിന് അധ്യാപകരുടെ ഒരു ആവശ്യം പൊതുവിഷയമായിക്കൊണ്ട് ഈ പട്ടാമ്പിയുടെ പരിസരത്തെ സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാര്, കൂലിപ്പണിക്കാരടക്കമുള്ളവർ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ അവകാശത്തിന് വേണ്ടി സമരം ചെയ്യാൻ ഞങ്ങൾ കൂടി കൂടെ ഉണ്ടാകണം എന്ന് കരുതി അവരെ കൂടി കൂടെ കൊണ്ടുപോകാനുള്ള ആ സമരം അധ്യാപകരുടെ വേതനവും അവകാശങ്ങളുമായി ബന്ധപ്പെട്ട സമരമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ജനങ്ങൾ കൂടി അണിചേരാൻ അദ്ദേഹം ഒരു കാരണമായിട്ടുണ്ട്. സംസ്കൃത കോളേജ് പ്രിൻസിപ്പൽ സി.ഡി. ദിലീപ് അധ്യക്ഷത വഹിച്ചു. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ. സുഷമ മുഖ്യപ്രഭാഷണം നടത്തി. കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ ചാഴിയാട് ആമുഖ പ്രഭാഷണം നടത്തി. കേരള കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ, കോട്ടക്കൽ ആര്യവൈദ്യശാല ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ പി.എം. വാര്യർ, ഡോക്ടർ എച്ച്.കെ. സന്തോഷ്, ഡോക്ടർ സി.പി. ചിത്രഭാനു, ഡോക്ടർ ഷർമിള കെ. തങ്കപ്പൻ, ജീവ, എ. വാസു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. അധ്യാപകരായിരുന്ന കെ.ജി. പൗലോസും പ്രൊഫസർ ടി.കെ. സരളയും മറുമൊഴി പ്രഭാഷണം നടത്തി. തുടർന്ന് പുസ്തക പ്രഭാഷണം, പട്ടാമ്പിക്കാലം എന്ന പേരിൽ സൗഹൃദ സമ്മേളനം, കലാസന്ധ്യ എന്നിവയും നടന്നു. നങ്ങ്യാർകൂത്ത്, സംസ്കൃത നാടകം, കലാപരിപാടികൾ എന്നിവ അരങ്ങേറി.